ഒരു വർഷത്തിൽ ഒരു പടം അല്ലെങ്കിൽ 2 പടമൊക്കെയാണ് ചെയ്യാറുള്ളത്. അത്രേ ഉള്ളൂ. ഞങ്ങൾ എങ്ങനെ സിനിമകളിൽ കണ്ടിരിക്കുന്നത്? എന്നോട് പറഞ്ഞു മുത്തുവിനെ കുറിച്ച് തസ്നി ചേച്ചി എന്തെങ്കിലും 2 വാക്ക് പറയണം. 2 വാക്കിൽ നിന്ന് ഒതുങ്ങില്ല, അത്രയ്ക്ക് മിടുക്കിയാണ് മുത്തു. എപ്പോഴും വിളിച്ചില്ലെങ്കിലും സംസാരിച്ചില്ലെങ്കിലും കാണുമ്പോൾ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ഇന്റിമേസി. പഴയ കാര്യങ്ങൾ ഒരിക്കലും മറക്കാത്തൊരു കുട്ടിയാണ്. അതിന്റെ ഒരാളുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. സോ സ്വീറ്റ് ഷീ ഈസ് ഓൾവേസ്. എല്ലായ്പ്പോഴും കാണുന്ന സമയത്ത് എപ്പോഴും നല്ല വളരെ ആക്റ്റീവാണ്, നിറയെ സംസാരിക്കും, നല്ല ചിരിച്ച മുഖമാണ് ചേച്ചിയുടെ. ക്യാമറയ്ക്ക് ഫേവർ ചെയ്ത് നിൽക്കാൻ ഇപ്പോഴും എനിക്കല്ല. ഇവിടെ ഈ ഇന്റർവ്യൂവിനൊന്നും ഇരിക്കുമ്പോൾ പോലും 2 പ്രാവശ്യമെങ്കിലും എനിക്ക് കറക്ഷൻ തരുന്നുണ്ടാവും. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മൂക്ക എൻ്റെ ഇടയ്ക്ക് പറഞ്ഞ അവിടെ ഇവിടെ ഒക്കെയാണ്, അതിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ രസമായിരിക്കും. ഒരു 6-7 പ്രാവശ്യം റിപ്പീറ്റ് ഞാൻ പോയായിരുന്നു ടെൻഷൻ അടിച്ചിട്ട്. കാരണം കുറച്ചധികം ആക്ടിവിറ്റീസ് ഇങ്ങനെയുള്ളൊരു സാധനം അത് അടുത്ത ടേക്കിൽ കറക്റ്റായിട്ട് വന്നു. അവിടെയൊക്കെയാണ് നമ്മൾ വളരെ സീനിയർ ആയിട്ടുള്ള ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലേണിംഗ് എന്ന് പറയുന്നത്. ആ കഥാപാത്രം അയ്യോ ഞാൻ നോ പറയേണ്ടിയിരുന്നില്ല, നന്നായിരുന്നു അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല ഇല്ല. ചില സമയത്ത് നന്നായിരുന്നു, ഞാൻ ചെയ്യാതിരുന്ന നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പറ്റാത്ത ക്യാരക്ടേഴ്സും ഉണ്ടാവും. അപ്പം അത് വേറൊരാൾ ചെയ്യുന്നതായിരിക്കും ആ ക്യാരക്ടറിനും ആ സിനിമയ്ക്കും നല്ലത്. പഠനത്തിലും പരീക്ഷയിലും മുന്നിലെത്താൻ ഇനി നിങ്ങളോടൊപ്പം ഹാനാസ് സ്റ്റുഡൻസ് ഇന്ത്യ. പ്രീ പ്രൈമറി മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് വിദഗ്ധ അധ്യാപകരുടെ പരിശീലനം ഹാനാസ് സ്റ്റുഡൻസ് ഇന്ത്യയിലൂടെ. കുട്ടികളുടെ പഠനത്തിൽ വിട്ടുവീഴ്ച വേണ്ട, ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും മികച്ച വിജയം. ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യൂ ഹാനാസ് സ്റ്റുഡൻസ് ഇന്ത്യ. ഡയറക്ടർ ഒരു കഥ പറയുക അല്ലെങ്കിൽ ഇപ്പം ഇതൊക്കെ അപ്രോച്ച് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും മുത്തുന്റെ സെൽഫ് ഡിസിഷൻ ആണോ ഇപ്പം അതോ അരുണായിട്ടും കൂടെ ഡിസ്കസ് ചെയ്തിട്ട്? ഞാൻ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഞാൻ അരുണിനോട് ഡിസ്കസ് ചോദിക്കും. കാരണം ചില സമയത്ത് നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ ഒരേപോലെ ആകുമ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കും വേണോ വേണ്ടയോ എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പം ചില സാധനങ്ങൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പറ്റാതെയും ചെയ്യാതെ ഇരുന്നിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ. അത് പക്ഷെ ഡിസിഷൻ എൻ്റെ ആയിരിക്കും, ഞാൻ എടുക്കുന്നുണ്ടാവും എപ്പോഴും. പക്ഷെ ഒപ്പീനിയൻ ഉറപ്പായിട്ടും അരുൺ. കാരണം അരുൺ ഇസ് ദ ബെസ്റ്റ് പേഴ്സൺ ടു ഡിസ്കസ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം എൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്നേക്കാൾ കൃത്യമായിട്ട് അറിയുന്ന ഒരാൾ അരുണാണ്. അപ്പൊ ചില സമയത്ത് എത്ര തന്നെ നാച്ചുറൽ എന്ന് എല്ലാവരും പറഞ്ഞാലും ചില സമയത്ത് നമ്മൾ അരുണിങ്ങനെ പറയാം അതിപ്പോ ഇതിൻ്റെ അകത്ത് അതിന്റെ പോലെ തന്നെ തോന്നുന്നുണ്ട്, അപ്പൊ മാറ്റി നമ്മൾ ചിന്തിക്കണം എന്നൊക്കെ ഉള്ള ഒരു ഓപ്പൺ ഫീഡ്ബാക്ക് പറയാനായിട്ട്. നല്ല കറക്റ്റ് ഫീഡ്ബാക്ക്, നോട്ട് ജസ്റ്റ് ഇൻ സിനിമ. ഞാൻ വൺ തിങ് ഐ ഹവ് ഒബ്സർവ്ഡ് ഇസ് ദാറ്റ് കറക്റ്റ് ഫീഡ്ബാക്ക് ലൈഫിൽ കിട്ടാന്നുള്ളത് വളരെ 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 അത്യാവശ്യമാണ് നമുക്ക്. നമ്മളിപ്പോൾ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ തന്നെയും കുട്ടികളുടെ ഇടയ്ക്ക് നിന്ന് കറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കത് എല്ലാ വിഷയത്തിലും ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ് കറക്റ്റ് ഫീഡ്ബാക്ക് എന്നുള്ളത്. ഇതിൽ മാത്രമല്ല ഞാൻ എപ്പോഴും. അപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ ഒപ്പീനിയൻ എടുക്കാറുണ്ട് തീർച്ചയായിട്ടും. ഡിസിഷൻ മേക്കിംഗ് അല്ല, ഒപ്പീനിയൻ ഡെഫിനറ്റ്ലി എടുക്കാറുണ്ട്. മുത്ത് ചെയ്ത പല കഥാപാത്രങ്ങളും നോക്കിയപ്പം ഡോക്ടറായിട്ട് ഒരുപാട് സിനിമകളിൽ മുത്ത് ഡോക്ടറായിട്ടുണ്ട്, പല സിനിമകളിലും അഡ്വക്കേറ്റ് ആയിട്ടുണ്ട്. അതേപോലത്തെ ഓരോരോ കഥാപാത്രങ്ങൾ നോക്കിയാലും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇതേപോലെ കഥാപാത്രങ്ങളായി മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വരുമ്പോഴത്തേക്ക് ഓ ഇതിലും ഞാൻ അതാണോ, അപ്പം ഞാൻ ഇതിൽ എന്ത് ചേഞ്ച് വരുത്തും? ചിലപ്പം ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിന് ഒരു എന്താ പറയുക റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. നമുക്ക് ടൂ മച്ച് ഒന്നും അവിടെ നമുക്ക് അധികം ചെയ്യാനൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ ഇതിനകത്ത് എന്തൊരു ചേഞ്ച് വരുത്തും? സോ ടൈപ്പ് കാസ്റ്റ് ആയി പോവോ? അങ്ങനത്തെ ഒരു ഡൗട്ട് എനി ടൈം എപ്പോഴെങ്കിലും? ഞാൻ ചെയ്യുന്ന പടം എന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ ഒരു പടം അല്ലെങ്കിൽ 2 പടമൊക്കെയാണ് ചെയ്യാറുള്ളത്. അത്രേ ഉള്ളൂ. ഞങ്ങൾ എങ്ങനെ സിനിമകളിൽ കണ്ടിരിക്കുന്നത്? എത്ര സിനിമയിലാണ് കാണുന്നത്? ഞാൻ പറയാ ഒരു ആകെ 1-2 വർഷം ഞാൻ 5 പടത്തിൽ കൂടുതലൊക്കെ ചെയ്തിട്ടുണ്ടാവും. എൻ്റെ എൻ്റയർ 18 years അത്രേ ഉണ്ടാവുള്ളൂ. അത് ആ LLM ചേർന്നതിന് തൊട്ട് മുമ്പത്തെ ഒരു 7-8 മാസത്തിന്റെ സമയം. അതർവൈസ് ഒരു പടം 2 പടമൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെ ചിന്തയൊന്നുമല്ല. ഇപ്പൊ ഞാനൊരു 6 മാസത്തിന് ശേഷമൊക്കെ ആയിരിക്കും ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് അടുത്ത ഷൂട്ട് 6 മാസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുക. അപ്പൊ എനിക്ക് തോന്നില്ല, പക്ഷെ കാണുമ്പോ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. കാണുമ്പോ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത ഒന്നും വരാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. ചില സമയത്ത് വർക്കാവും, ചില സമയത്ത് വർക്കാവില്ല. അത്രയാണ്. പക്ഷെ കിട്ടുന്ന കഥാപാത്രങ്ങളിൽ കൂടുതലും മുത്തുവിന്റെ ഒറിജിനൽ ഏജിനെക്കാട്ടിലും കുറച്ചും കൂടെ ഏജ് ആയിട്ടുള്ള ഒരു കഥാപാത്രങ്ങളാണ്, കുറച്ചും കൂടെ മെച്യൂർഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് കൂടുതലും മുത്തു ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ പറയാം അല്ലെ. പക്ഷെ ഇപ്പം മുത്തുവിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഏജോ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫോ അറിയില്ല. കഥാപാത്രങ്ങളിലൂടെ മാത്രം മുത്തുമണി എന്ന് പറഞ്ഞ ഒരാളെ കണ്ടിരിക്കുന്ന ആള് എപ്പോഴെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ ഓ ഈ ആൾക്ക് ഇത്ര ഏജ് ആണ്? ആണോ? അപ്പൊ അങ്ങനെ അതെങ്ങനെ യൂസ് ടു എന്ന് പറയാൻ എങ്ങനെയാണ്? എല്ലാരും ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് യൂഷ്വലി ഇന്നിപ്പോ ഞാനൊരു വർക്ക് മീറ്റിംഗ് കഴിഞ്ഞ് വരുന്നതുകൊണ്ടാണ് ഞാൻ സാരി ഉടുത്തിട്ട് ഇന്റർവ്യൂലുള്ളത്. അല്ലെങ്കിൽ ഞാൻ യൂഷ്വലി വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള കാഷ്വൽസ് ഇടുന്ന ആളാണ്.
അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ അറിയാം വളരെ കുറച്ച് ഫോട്ടോസ് ഉണ്ടാവും, കൂടുതലും പടത്തിൻ്റെ പോസ്റ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടാവും, അല്ലാണ്ട് എൻ്റെ ഇൻഡിവിജ്വൽ ഫോട്ടോസ് അല്ലെങ്കിൽ കാര്യങ്ങൾ വളരെ ലിമിറ്റഡ് ആയിരിക്കും. ഇറ്റ്സ് എ വെരി പേഴ്സണൽ പേജ് ഐ വുഡ് സേ, നോട്ട് എ പ്രൊഫഷണലി മാനേജ് പേജ് ഒന്നുമല്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വിചാരിക്കും ഇത് ആള് തന്നെയല്ലേ. കുറേ പേർക്ക് ഞാനല്ല അത്, സംബഡി ലൈക്ക് മീ ഈസ് ആക്ടിങ് സിനിമയിലൊക്കെ അവരെ പരിചയമുണ്ടോ, ആ മൂഡിലും കുറെ പേര് സംസാരിക്കാറുണ്ട്. അപ്പം അത് നമുക്കൊരു ദിവസം കൂടെ അതങ്ങ് യൂസ്ഡ് ആയി ഇപ്പോ. ഓക്കെ, സിനിമയില് തുടക്കത്തില് ആദ്യം തന്നെ ലാലേട്ടന്റെ സിനിമയില് ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രണയിക്കുന്ന ഒരാളായിട്ട് ഇങ്ങനെ കൂടെ നിന്നു. അതിനുശേഷം മമ്മൂക്കയുടെ ഒരു സിനിമകൾ ചെയ്തു. ഇതൊക്കെ ഇവരുടെ കൂടെയൊക്കെ ചെയ്യുമ്പോഴും എല്ലാവരും എന്താ പറയാ, വേറെ ആർട്ടിസ്റ്റുകളുടെയൊക്കെ നിന്ന് അതിന്റെ സിനിമ എന്താണ്, എങ്ങനെ അഭിനയിക്കണം, ടൈമിങ്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതും അതല്ലാതെ ഡയറക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ഇത്രയും വലിയ സ്റ്റാർസിന്റെ കൂടെ ചെയ്യുക, അങ്ങനെ അതൊക്കെ വളരെ. എൻ്റെ ഫസ്റ്റ് ഡേ ഇൻ സെറ്റ് ലാൽ സാറ്, ഭരത് ഗോപി സാറ്, ലളിതാമ്മ, അതായിരുന്നു ഫസ്റ്റ് ദിവസം ഇത് 3 പേരാണ്. അപ്പം ഞാൻ പക്ഷേ ഐ വാസ് ലൈക്ക് 20 years അല്ലെങ്കിൽ 19-20 വയസ്സ് ആ സമയമുള്ള ആ പ്രായത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളെങ്ങനെ ടെൻഷൻ അടിക്കണം എന്നുള്ള റിയലൈസേഷനിൽ എത്രയും മുമ്പേ നമ്മളെല്ലാം തീരുകയാണ് കാര്യങ്ങൾ. തുടരുന്നു ഓക്കെ നെക്സ്റ്റ് അത് തീരുന്നു, അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നീട് പലപ്പോഴും ഇത്തരത്തിൽ ഇൻ്റർവ്യൂവിലൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴൊക്കെയാണ് ഞാൻ ഓരോ ദിവസം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വൈകുന്നേരമൊക്കെ ഇരുന്ന് ആലോചിക്കുമ്പോൾ ശരിയാണല്ലോ, ടെൻഷൻ അടിക്കാനുള്ള എല്ലാ സ്കോപ്പും ഉണ്ടായിരുന്നല്ലോ എന്നുള്ളത് ആലോചിക്കുന്നത്. അറ്റ് എ ലേറ്റർ സ്റ്റേജ് ഓൺലി ഐ റിയലൈസ് ആക്ച്വലി എന്തൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് സംഭവിച്ചത് എന്നുള്ളത്. അതെല്ലാം ഒരുപക്ഷെ തിയേറ്റർ ആക്ടർ എന്നുള്ളതിന്റെ ഭാഗ്യമായിരിക്കും. അതുകൊണ്ടായിരിക്കും അതൊക്കെ ഇത്ര ഈസി ആയിരിക്കും. ഡെഫിനറ്റ്ലി. കാരണം വേറൊരാൾ ചോദിക്കുമ്പോഴാണ് മുത്തു ആലോചിച്ചിട്ട് റിക്കളക്ട് ചെയ്യണത് അല്ലേ. അന്ന് അത്രയും അത് ഈസി ഗോയിൽ പോയിട്ടുണ്ടെങ്കിൽ അത് ആ തിയേറ്ററിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് അത് അത്ര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുക. മമ്മൂക്കയുടെ കൂടെയുള്ള ഫസ്റ്റ് മൂവി നോക്കുമ്പോൾ കൂടെ കടൽ കടന്ന് മാത്തുക്കുട്ടിയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അതിനൊപ്പം ഇടിച്ചിടിച്ച് നിൽക്കാണ് മമ്മൂക്കയുടെ ഒപ്പം. പക്ഷെ അന്ന് എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് ടെൻഷനുള്ള ചില സമയങ്ങളൊക്കെ, അന്ന് ഇപ്പോൾ ജർമ്മനിയിൽ വെച്ച് ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞാനൊരു ഡയലോഗ് പറയുമ്പം ഞാൻ ഒട്ടും ലൈറ്റ് ക്യാമറയ്ക്ക് ഫേവർ ചെയ്ത് നിൽക്കാൻ ഇപ്പോഴും എനിക്കല്ല. ഇവിടെ ഈ ഇൻ്റർവ്യൂവിനൊന്നും ഇരിക്കുമ്പോൾ പോലും 2 പ്രാവശ്യമെങ്കിലും എനിക്ക് കറക്ഷൻ തരുന്നുണ്ടാവും, കറക്റ്റ് ക്യാമറ ഫേസ് ചെയ്യുന്നത്. എനിക്ക് ഇപ്പോഴും അത് മനസ്സിലാവാത്തൊരു ലോജിക്കാണ്. എൻ്റെ ഒരു എന്താ പറയുക ഏരിയ ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ആണത് ഇതുവരെ സെറ്റാവാത്ത. അപ്പം അന്ന് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ക്യാമറയും ഫോക്കസ് പിടിക്കുന്നില്ല, ഞാൻ ലൈറ്റും പിടിക്കുന്നില്ല, ഇങ്ങനെ ഇത് ആണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മൂക്ക എൻ്റെ ഇടയ്ക്ക് പറഞ്ഞ അവിടെ ഇവിടെ ഒക്കെയാണ്, അതിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ രസമായിരിക്കും, ആലോചിച്ച് നോക്കൂ എന്ന് വെച്ചാൽ അങ്ങനെ മാത്രമേ പറഞ്ഞുള്ളൂ. അതൊരു ഇൻസ്ട്രക്ഷനോ എന്താ പറയുക അങ്ങനെ ചെയ്യൂ എന്നുള്ള ഇതൊന്നുമല്ല. ഒരു വളരെ കാഷ്വൽ കോൺവെർസേഷനിൽ സ്ക്രിപ്റ്റ് ഇങ്ങനെ നോക്കി ഡയലോഗ് പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ അവിടെ ഇവിടെ അപ്പം അത് ഇങ്ങനെ ആകുമ്പോഴായിരിക്കും നന്നാവെന്ന് പറഞ്ഞു. ഒരു 6-7 പ്രാവശ്യം റിപ്പീറ്റ് ഞാൻ പോയായിരുന്നു ടെൻഷൻ അടിച്ചിട്ട്. കാരണം കുറച്ചധികം ആക്ടിവിറ്റീസ് ഇങ്ങനെയുള്ളൊരു സാധനം. അത് അടുത്ത ടേക്കിൽ കറക്റ്റായിട്ട് വന്നു. അതേ അവിടെയൊക്കെയാണ് നമ്മൾ വളരെ സീനിയർ ആയിട്ടുള്ള ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലേണിംഗ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ടൈമിങ്ങും കാര്യങ്ങളും നമുക്ക് ശരിക്കും ഒത്തിരി ലേൺ ചെയ്യാൻ കിട്ടുന്ന ഒരു സാധനം. പിന്നെ ചില സമയങ്ങളിൽ എനിക്ക് ഇതെല്ലാം പറയുമ്പോഴും ഇവരെയൊക്കെ നമ്മൾ സ്ക്രീനിൽ കണ്ട് വളരെയധികം അഡ്മയർ ചെയ്യുന്ന എക്സലൻറ്റ് പെർഫോമൻസ് ആണ് അവരെല്ലാവരും. അപ്പം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ചില മൊമെന്റ്സ് ഉണ്ട്, നമുക്കിങ്ങനെ നമ്മളിലത്തെ ക്യാരക്ടർ മാറി നമ്മളിലത്തെ ആ ഇൻഡിവിജ്വൽ ആയി എന്ന് പറഞ്ഞിട്ട് ഇവരുടെ പെർഫോമൻസ് നോക്കിയിരിക്കുന്ന മൊമെന്റ്സ് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഞാൻ കാതൽ എന്നുള്ള സിനിമയിലേക്ക് എനിക്ക് ഇതെല്ലാം പറയുമ്പോഴും വലിയ കാര്യത്തിൽ ക്രോസ് ചെയ്യുന്നു, അതാണ് കോർണർ ചെയ്ത സംസാരം എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞാലും ദ വേ ഹീ ഈസ് സ്റ്റാൻഡിങ് ദർ, നോട്ട് ജസ്റ്റ് ജോർജ് ക്യാരക്ടർ മാത്രമല്ല നിൽക്കുന്നത്, നമുക്കിങ്ങനെ നിൽക്കുന്ന സമയത്ത് അയ്യോ എന്നുള്ള സാധനം ഇത് വരും. അയ്യോ എനിക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ, മാത്യു എന്നായിരുന്നു ജോർജ് എന്നായിരുന്നു ക്യാരക്ടറിന്റെ പേരെന്നുള്ളത്. അങ്ങനെ അവിടെ നമുക്ക് ഇങ്ങനെ നിൽക്കുന്നതാണോ നമ്മളുടെ ഉള്ളിൽ ആ ഒരു സാധനം ഉണ്ട് അയ്യോ എന്നുള്ളത്. ഇടയ്ക്ക് മമ്മൂക്ക വരും, ഇടയ്ക്ക് കഥാപാത്രം വരും അല്ലേ. അപ്പം അതാ ജ്യോതിക, മമ്മൂക്ക ഇവരുടെ എല്ലാം കൂടെ അന്നത്തെ ആ ഒരു സെറ്റിൽ ആ ഒരു എക്സ്പീരിയൻസ്. ഇപ്പൊ നമ്മൾ കാതലിനെ കുറിച്ച് തന്നെ പറഞ്ഞു, അതിനകത്തും അതെ എനിക്ക് തോന്നുന്നു 3 സീനോ 4 സീനോ അത്രേ ഉള്ളൂ. പക്ഷെ ആ കാതൽ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് ഒരാൾ പുറത്തേക്ക് ഇറങ്ങിക്കുമ്പോൾ നമ്മളടുത്ത് ആരൊക്കെയാണ് അതിനകത്ത് അഭിനയിക്കുന്നതെന്ന് ചോദിച്ചാലോ, അതിനകത്ത് എന്താ വെച്ചാലും മമ്മൂക്ക ജ്യോതിക കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി മുത്തിന്റെ പേര് വന്നു പോവും. അതാണ് ആ വളരെ കുറച്ച് സീൻ ചെയ്താലും ആ ചെയ്ത സീനിന്റെ ആ ഒരു ശരിക്കും അവിടെയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അതിനെ എപ്പോഴും എല്ലാവരും പറയുമ്പോഴും ഞാൻ പറയുന്നതാണ് ആദർശും പോൾസണും ജിയോ ചേട്ടനും എന്നുള്ളത്. കാരണം ആ ക്യാരക്ടറിനെ കുറിച്ച് അവർക്ക്
കൃത്യമായിട്ട് അതെനിക്ക് ആദ്യം കഥ പറഞ്ഞു തരുന്ന സമയം തൊട്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് ഈ ക്യാരക്ടറിനെ കുറിച്ചും ഇവർ പറയുന്ന ഓരോ ഡയലോഗുകളെ കുറിച്ചും എന്താണ് അവരുടെ തോട്ട്, ഇതൊക്കെ അവർക്ക് വളരെ ക്ലാരിറ്റി ഉണ്ട്. അപ്പം നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി മാത്രമേ ഉള്ളൂ. അത്രയും അവർക്ക് അവരുടെ കയ്യിൽ അത്രയും ക്ലിയർ ആണ് ആ ക്യാരക്ടറിനെ കുറിച്ചുള്ള ഡീറ്റെയിലിങ്ങും മൊത്തത്തിൽ. അപ്പോൾ ഈ കഥാപാത്രം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം മൾട്ടിപ്പിൾ രീതിയിൽ എങ്ങനെയെന്നുള്ള ആങ്സൈറ്റി അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാനൊരു മെറ്റേണിറ്റി ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് അധികം ചെയ്തിട്ടുള്ള ഒരു ഒറ്റ വർക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള വർക്കാണിത്. അപ്പം എങ്ങനെയാണെന്നുള്ള ടെൻഷൻ ഉണ്ട്. സിങ്ക് സൗണ്ട് ആണ്, അത്യാവശ്യം നീട്ടത്തിൽ ഡയലോഗ് ഉണ്ട്. അപ്പം ഇതെങ്ങനെ പെർഫോം ചെയ്യുന്നു, ക്രൗഡും എല്ലാം ഉണ്ട്. അപ്പം ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ചെറിയ രീതിയിൽ ഇല്ല എന്ന് ഞാൻ പറയില്ല ഒരിക്കലും. പക്ഷേ ഓൾ ദാറ്റ് ഒന്ന് കറക്റ്റായിട്ട് സെറ്റിൽ അങ്ങ് വന്ന് സംഭവിക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അതങ്ങനെ സംഭവിച്ചുകൊണ്ട് ഇരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മൂക്ക വന്നിട്ട് നന്നായിരുന്നു എന്ന് പറഞ്ഞ് കൈയൊക്കെ തരുമ്പോഴേക്കും നമുക്കൊരു സെക്കൻഡ് ഇങ്ങനെ മൊമെന്റ് ആയിരുന്നു അത് ശരിക്കും. ഓക്കെ, ഇപ്പോൾ ഓരോ കഥാപാത്രങ്ങളെ കിട്ടിക്കഴിയുമ്പം ശരിക്കും അപ്പോൾ ഒരു കുറച്ച് നേരത്തെ തന്നെ സിനിമകളുടെ ഒരു തുടക്കം അവരെ കഥയൊക്കെ ചെയ്ത് ആ സമയത്ത് തന്നെ കഥാപാത്രം എന്താണെന്ന് അറിഞ്ഞിട്ട്, അതായത് മിനിമം. മുത്തു, രമ്യ, രണ്ടുപേർക്ക് സുഖമല്ലേ? രമ്യയുടെ ഷോയിൽ നിന്ന് മുത്തുവാണ് ഗസ്റ്റായിട്ട് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അപ്പം എന്നോട് പറഞ്ഞു മുത്തുവിനെ കുറിച്ച് തസ്നി ചേച്ചി എന്തെങ്കിലും 2 വാക്ക് പറയണം. 2 വാക്കിൽ നിന്ന് ഒതുങ്ങില്ല, അത്രയ്ക്കും മിടുക്കിയാണ് മുത്തു. എനിക്കെന്നല്ല, സിനിമയിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ, കാരണം ഡോക്ടറേറ്റ് ഒക്കെ നേടിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നമുക്ക് അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. അങ്ങനെയൊന്നും ഡോക്ടറേറ്റ് ഒന്നും നേടാൻ പറ്റില്ല. അത്രയും പഠിപ്പും ബുദ്ധിയുള്ള പിള്ളേർക്കേ പറ്റത്തുള്ളൂ ഡോക്ടറേറ്റ് ഒക്കെ നേടാൻ വേണ്ടി. അപ്പം ഞാനിപ്പോൾ അടുത്ത് കണ്ടു ചത്തപ്പച്ച എന്ന് പറയുന്ന സിനിമയുടെ പൂജയ്ക്ക് ഞങ്ങൾ 2 പേരും ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ കുറേ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് ഇതൊക്കെ ഓർത്തിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ എനിക്ക് ചെറുപ്പം മുതലേ അറിയാവുന്നതാണ് മുത്തുവിനെ. കാരണം മുത്തുവിൻ്റെ അമ്മ ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്, പുള്ളിക്കാരിയും ഒരു ടീച്ചറാണ്. ഒരു സയൻസ് അക്കാഡമി എന്ന് പറയുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എറണാകുളം നോർത്തിൽ നടത്തുന്നുണ്ട്. അക്കാലത്തിൻ്റെ അഭിനയിക്കുകയും ചെയ്യും. ഷേർലി സോമസുന്ദരൻ എന്നാണ് പേര്. ഷേർലി ചേച്ചി എന്നാണ് ഞങ്ങളെല്ലാവരും വിളിക്കാറ്. അപ്പോൾ ഷേർലി ചേച്ചി അഭിനയിക്കുന്ന സമയത്ത് തന്നെ മുത്തും വരാറുണ്ട് സെറ്റിൽ. അപ്പം തന്നെ ഭയങ്കര നല്ല സ്മാർട്ടാണ്, ഭയങ്കര സംസാരമാണ്. ഇപ്പം അത്രയില്ലെങ്കിലും അന്ന് ഇതിലും പിടിക്കുകയാണ്. അന്ന് ഒരുപാട് സംസാരിക്കാറുണ്ട്. ഞങ്ങൾ നല്ല കമ്പനിയായിരുന്നു. പിന്നെ വലിയ കുട്ടിയായി അവരവരുടെ വഴി, ഞാൻ എൻ്റെ വഴിയായിട്ട് ഇങ്ങനെ വന്നു. പിന്നെ ഞങ്ങൾ കുറേ നാൾക്ക് ശേഷം കണ്ടത് ഹൗ ഓൾഡ് ആർ യു എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ വെച്ചിട്ടാണ്. ഞങ്ങൾ 2 പേരും ഒരുമിച്ച് മഞ്ജുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അന്നും ഇതുപോലെ തന്നെ ഭയങ്കര സന്തോഷമായിട്ട് പിരിഞ്ഞു. അപ്പം എന്തായാലും അതിനുശേഷമാണ് ഇപ്പം ഈ പൂജയ്ക്കും കണ്ടത്. അപ്പോഴൊക്കെ മുത്തുവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് അതൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഭയങ്കരമായിട്ട് ഒരു ഇൻറ്റിമേസി, എപ്പോഴും വിളിച്ചില്ലെങ്കിലും സംസാരിച്ചില്ലെങ്കിലും കാണുമ്പോൾ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ഇൻറ്റിമേസിയാണ്. പഴയ കാര്യങ്ങൾ ഒരിക്കലും മറക്കാത്തൊരു കുട്ടിയാണ്. അതിൻ്റെ ഒരാളുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റാണ്. അതുണ്ട്. പിന്നെ നല്ല മിടുക്കിയായിട്ടൊക്കെ ഇനി പഠിപ്പിൻ്റെ കൂടെ അഭിനയവും ഒക്കെ നല്ല രീതിയിൽ അങ്ങോട്ട് കൊണ്ടുപോകുക. എല്ലാവിധ ആശംസകളും നേരുന്നു. അതുകൂടാതെ നമ്മുടെ രമ്യ ഉണ്ടല്ലോ അടുത്ത്. വിഷുവിന് എൻ്റെ വീട്ടിൽ വന്നതാ, എന്തായാലും പായസമൊക്കെ കൊണ്ട് വന്നതാ വീട്ടിൽ. ഒരുപാട് സന്തോഷം തോന്നി. നിഖിലിനോട് എൻ്റെ പ്രത്യേക അന്വേഷണം പറയണം. ഇപ്പോൾ ഒരു പടത്തിൽ പാടി അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇനി രമ്യക്കും നിഖിലിനും ഒക്കെ എല്ലാ ഉയർച്ചകളും, മുത്തുവിനും ഒരുപാട് ഉയർച്ചകളൊക്കെ ഉണ്ടാവട്ടെ. അപ്പം 2 പേർക്കും ഒരുപാട് ആശംസകൾ ഈ അവസരത്തിൽ നേരെയാണ്. അപ്പം ഇനിയൊക്കെ നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തോട്. എന്തായാലും ഈ പ്രോഗ്രാം നല്ലൊരു വിജയത്തിലേക്ക് എത്തട്ടെ. എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ലവിങ് ചേച്ചി അല്ലേ? ശരിക്കും ഭയങ്കര നാച്ചുറലാ ചേച്ചിയുടെ സ്നേഹവും ചേച്ചി എക്സ്പ്രസ് ചെയ്യണതും. ഒരു കളവില്ല, മറവില്ല. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ ചത്താപ്പച്ച പടത്തിന്റെ ഷൂട്ടിന്റെ ചെന്ന സമയത്ത് ചേച്ചി ഇതേപോലെ ഏതൊരു കല്യാണത്തിന് അറ്റൻഡ് ചെയ്യാനുണ്ട്. അപ്പൊ അവിടെ നിന്ന് അതിന് പോണേന് തൊട്ട് മുമ്പായിട്ടാണ് വന്നിട്ടില്ല. അപ്പം ഞാനൊരായി സുന്ദരി പണിയായിട്ടാണല്ലോ ഇരിക്കണേന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നെ നോക്കിയിട്ട് മുത്ത് ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് സിമ്പിളായിട്ട്, ഞാൻ മാത്രം ഇങ്ങനെ വേഷത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി യു ആർ ലുക്കിംഗ് വണ്ടർഫുൾ. അപ്പോഴത്തേക്ക് ചേച്ചി സോ സ്വീറ്റ്, ഷീ ഈസ് ഓൾവേസ്. എല്ലാം ഇപ്പോഴും കാണുന്ന സമയത്ത് എപ്പോഴും നല്ല വളരെ ആക്റ്റീവാണ്, നിറയെ സംസാരിക്കും, നല്ല ചിരിച്ച മുഖമാണ് ചേച്ചിയുടെ അല്ലേ? ഓക്കെ, ഞാനപ്പോൾ അതിന് തൊട്ട് മുന്നേ ചോദിച്ചു വന്നതെന്ന് വെച്ചാൽ ചില കഥാപാത്രങ്ങളൊക്കെ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ പാരലൽ ആക്ടറായിട്ടൊക്കെ ചിലപ്പോൾ വിളിക്കാന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മെന്റലി പ്രിപ്പയർ ചെയ്യാനായിട്ട് അധികം സമയം കിട്ടിയെന്ന് വരില്ല അല്ലേ? ചിലപ്പം ലാസ്റ്റ് മിനിറ്റ് നാളെ ഷൂട്ടുണ്ട് മുത്തേ അത്യാവശ്യമായിട്ടൊന്ന് വരണം, അങ്ങനെയൊക്കെ ഒരു ലാസ്റ്റ് മിനിറ്റ് കോൾ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടാവുമോ? ഉണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് വരുന്ന കഥാപാത്രങ്ങൾ അങ്ങനെ പ്രിപ്പറേഷൻ ടൈം അല്ലെങ്കിലും
പൊതുവിൽ കിട്ടാറില്ല. ആണോ? എന്ന് വെച്ചാല് കിട്ടാറുണ്ട്, ശരി. അങ്ങനെ എല്ലാത്തിനും ഇല്ലാതെ ഞാൻ പറയുന്നത് ശരിയാവില്ല. ഒരു 2 മാസം 3 മാസമൊക്കെ എനിക്ക് ഇൻ അഡ്വാൻസ് എന്താണെങ്കിലും പറയാറുണ്ട്, ഇന്നതാണ് ക്യാരക്ടർ എന്നൊക്കെ ഉള്ളത് പറയാറുണ്ട്. അതല്ലാതെ ലാസ്റ്റ് മിനിറ്റ് വന്നിട്ടുള്ള സാധനങ്ങളും അത് നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ സംവിധായകരും അല്ലെങ്കിൽ അതിൻ്റെ റൈറ്റേഴ്സും കോ ആക്ടേഴ്സും നൽകുന്നത്, മോർ ഇമ്പോർട്ടൻ്റ്ലി റൈറ്റേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് തരുന്ന ഇൻപുട്ട് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു എന്താ പറയുക ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിന്റെ ബേസിസിലാണ് ബിൽഡ് ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതും എല്ലാം. അപ്പൊ അങ്ങനെ സമയം കിട്ടുന്നില്ലെങ്കിലും അതൊരു പരിഭവമായിട്ട് ഇപ്പൊ മുത്തു പറയുന്നില്ല, അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് നേരത്തെ മുൻകൂട്ടി പറയുന്ന പോലെ 2-3 months മുന്നേക്ക് അറിയാൻ പറ്റിയാൽ മുത്തുമണി എന്ന് പറഞ്ഞ ഒരു ആക്ടറിന്റെ ഭാഗത്തു നിന്നുള്ള എന്താ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കൂടുതലായിട്ട് ചോദിക്കും. പർട്ടിക്കുലർലി എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയാറുള്ളത് വേണ്ട വെച്ച് നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ഓർഗാനിക്കലി അത് ഡെവലപ്പ് ചെയ്തെടുത്തോളാം എന്നുള്ള രീതിക്കാണ് പറയാറുള്ളത് പൊതുവിൽ. ചോദിക്കാറുണ്ട് എന്തെങ്കിലും ഞാൻ പർട്ടിക്കുലർലി പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഇതായിട്ട് ഒന്നും പറഞ്ഞത് കുഴപ്പമില്ല, അങ്ങനെ അങ്ങ് മാനേജ് ചെയ്ത് പോവാറുണ്ടല്ലോ. പറഞ്ഞു കേട്ടിട്ടില്ല ഇതുവരെ. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത്, നമ്മൾ സിനിമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കൂടുതലായിട്ടും സിനിമയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പേ പേഴ്സണൽ ലൈഫ് കുറച്ചൊന്ന് പറയാം. അരുണും എങ്ങനെ നിങ്ങളുടെ ലവ് മാരേജ് ആണ് അല്ലെ? അരുണിനെ എവിടെ വെച്ച് കണ്ടു? മധുരൈകാണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയും എറണാകുളത്തെ ലോകധർമ്മയും കൂടെ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് അരുണും തിയേറ്റർ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അരുൺ വാസ് ഓൾസോ ഇൻ ടു ടീച്ചിങ് ആ സമയത്ത്. അപ്പോ അങ്ങനെ ചങ്ങമ്പുഴ പാർക്കിൽ വെച്ച് പരിചയപ്പെട്ട് അരുൺ അച്ഛനുമായിട്ടാണ് ഭയങ്കര കമ്പനി ആയിട്ടുണ്ടായത്. കാരണം അരുൺ നന്നായിട്ട് എഴുതും. നാടകങ്ങൾ, തിയേറ്റർ ടെക്സ്റ്റുകൾ പുതിയതായിട്ട് എഴുതുന്ന ആൾക്കാർ വളരെ കുറവാണ്. ആൻഡ് അച്ഛൻ വാസ് സംബഡി ഹു ഓൾവേസ് ബിലീവ് നാടകങ്ങളിൽ പുതിയ ടെക്സ്റ്റുകൾ വരണം. കാരണം എക്സിസ്റ്റിംഗ് നാടകങ്ങൾ തന്നെ പിന്നെയും ചെയ്യുന്നതിന് പകരം പുതിയ ലിറ്ററേച്ചർ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കണം, എങ്കിലേ ആ ഒരു ഇത് കുറച്ചുകൂടെ ഫ്ലറിഷ്ഡ് ആയിട്ട് നിൽക്കുള്ളൂ എന്നുള്ളത്, അല്ലെങ്കിൽ ഗ്രോയിങ് ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ എന്നുള്ളത്. അപ്പം അരുൺ ജി ശങ്കരപ്പിള്ള അവാർഡൊക്കെ കിട്ടി നിൽക്കുന്ന ആ ഒരു ടൈമാണ്. അപ്പം അവർ തമ്മിലാണ് ആദ്യം നല്ല കമ്പനിയും ഇക്വേഷനും ഉണ്ടായിട്ടുണ്ടായിരുന്നത്, ഐ വുഡ് സേ. ഇപ്പോഴും ആണെങ്കിലും ഞാൻ പറയുന്ന അച്ഛൻ പറയാറുള്ള ആ ഒരു തോട്ട് പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു ഫിലോസഫിയൊക്കെ ഐ ക്യാൻ സ്റ്റിൽ ഗെറ്റ് ഇറ്റ് ഫ്രം അരുൺ എന്നുള്ളതാണ്. സോ അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ വീട്ടിൽ പറയുക എന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം ഒന്നും അല്ല, ഒരിക്കലും ഇല്ല. ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ കല്യാണം. പക്ഷെ അച്ഛനായിട്ട് നമുക്ക് ഇന്ന ആളെ നോക്കിയാലോ എന്ന് വിചാരിക്കുന്നതിന് മുമ്പേ മോളും തീരുമാനിച്ചു. കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു സമയമായി. കാരണം ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 1-2 വർഷം ഒന്നും ആയിട്ട് തന്നെ ഉള്ളൂ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. വേ ടു ഏർലിയർ കല്യാണം, ഐ വുഡ് സേ. പക്ഷെ അത് അങ്ങനെ കാരണം നമ്മള് എന്റെ യൂണിവേഴ്സിറ്റിയിലെ എന്റെ ക്ലാസ്സിലത്തെ ഫസ്റ്റ് കല്യാണം ഞാനാണ്. എത്ര പ്രായത്തിലാ കല്യാണം? 20-21 കല്യാണം കഴിച്ചു അല്ലേ? ഓക്കെ. അപ്പൊ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ വീട്ടിലാണെങ്കിലും ഒരു ആർട്ടിസ്റ്റിക് ഒരു അങ്ങനത്തെ ഒരു കുടുംബമാണ്. കല എന്താന്ന് നന്നായിട്ട് അറിയുന്ന ഒരാൾക്കാരും കുടുംബം എല്ലാം. കല്യാണം കഴിഞ്ഞ് ചെന്ന വീട്ടിലും അപ്പൊ അതുപോലെ തന്നെ. അച്ഛൻ വാസ് ഇൻ ബാങ്ക്, അമ്മ വാസ് എ ടീച്ചർ. പക്ഷെ ഈ പറഞ്ഞ പോലെ ബാങ്കിൽ നിന്ന് നേരത്തെ ഇറങ്ങി അവർ ട്രിവാൻഡ്രത്താണ് കൂടുതൽ കാലം ഉണ്ടായിരുന്നത്. ഇപ്പോൾ സൂര്യ ഫെസ്റ്റിവലിൻ്റെ നാടകങ്ങൾ കാണാൻ പോവുക, അല്ലെങ്കിൽ പ്രോഗ്രാംസ് കാണാൻ പോവുക. അപ്പം ബാങ്കിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പല സമയത്തും ഫ്രണ്ട് റോ സീറ്റ് മിസ്സാവും. അപ്പം അച്ഛൻ നോക്കിക്കഴിഞ്ഞപ്പം ഫ്രണ്ടിലത്തെ 2 റോ എപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പം അച്ഛൻ ഇങ്ങനെ എന്നെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പം അത് സ്പോൺസേഴ്സിനുള്ള സീറ്റ് വേക്കൻ്റ് ഇട്ടേക്കണമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം അച്ഛൻ എന്തെന്ന് വെച്ചാൽ ചേച്ചിയുടെ പേര് വന്ദന എന്നാണ്, അരുണിൻ്റെ പേര് വന്ദന ആൻഡ് അരുൺ, അത് അവർ 2 പേരും. അരുൺ വന്ദന ജയ്ഹോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഒരു കമ്പനി ഫ്ലോട്ട് ചെയ്തിട്ട് ആ കമ്പനിയുടെ പേരിലിട്ട് സ്പോൺസർഷിപ്പ് കൊടുത്തിട്ട് അച്ഛൻ എൻഷുർ ദാറ്റ് 4 സീറ്റ് ഫ്രണ്ടിൽ എപ്പോഴും ഉണ്ടാവും എന്നുള്ളത്. ദാറ്റ് ലെവൽ ഓഫ് ആർട്ട് കമ്മിറ്റ്മെന്റ് ആണ് അവിടെ ഉള്ളത്. ഞാൻ ചെന്ന് കയറിയടോ ഇത്തരത്തിലാണ് അത് പറയാ. നാടകങ്ങളും അവിടെ ഗാനമേള ആയിക്കോട്ടെ, കച്ചേരി ആയിക്കോട്ടെ, അത് ഇന്നതൊന്നുമില്ല. ക്ലാസിക്കല്, ഗസല്, അങ്ങനെ ഹിന്ദുസ്ഥാനി ഒക്കെ കൃത്യമായി എല്ലാ പ്രോഗ്രാമും. ഇപ്പം എറണാകുളത്ത് എന്ത് പ്രോഗ്രാം നടന്നാലും അവിടെ റെഗുലർ ആയിട്ട് അച്ഛനുണ്ടാവും. അത്രയും അച്ഛൻ എന്താ പറയാ അഡ്മയർസ് പെർഫോമൻസസ് ആൻഡ് ആർട്ട്. ഓക്കെ. അപ്പൊ വളർന്ന വീട്ടിനെക്കാട്ടിലും കൂടുതലായിട്ടും കലയെ ഇഷ്ടപ്പെടുന്ന അതിന് അപ്പൊ ആ ഒരു കാര്യത്തിലൊക്കെ ഒരു മാറ്റമില്ല അല്ലെ? അതിനെക്കാട്ടിലും നന്നായിട്ട് അറിയുന്ന ഒരു കുടുംബത്തിലേക്ക് എത്തി. മറ്റുള്ളവരെ വിരട്ടുന്ന കഥാപാത്രങ്ങൾക്കായി സ്ഥിരം വിളികൾ വരുമ്പോൾ സങ്കടം തോന്നിയിട്ടുണ്ട്? ഇല്ല, ഒരിക്കലും ഇല്ല.
ഈ നമ്മള് തൊട്ടു മുന്നേ വേറൊരു കഥാപാത്രങ്ങൾ മാറിപ്പോയി തിരിച്ച് മുത്തുവിനെ വിളിക്കുന്നു എന്നൊക്കെ മുത്തു പറഞ്ഞിട്ടില്ലേ? എന്നെങ്കിലും മുത്തു നോ പറഞ്ഞിട്ട് ആ കഥാപാത്രം ഞാൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് വേണ്ട, ശരിയാവില്ല എന്ന് തോന്നിയിട്ട് മറ്റൊരാള് ആ കഥാപാത്രം ചെയ്ത് അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുള്ള കഥാപാത്രം സംശയങ്ങൾ, അയ്യോ ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് ഒരിക്കൽ പോലും ഞാൻ ബാക്ക് ചെയ്യണില്ല. ആ കൂടെ ഒരു ക്യാരക്ടർ മാത്രമാണ് ഞാൻ ചെല്ലാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് പനി കാരണം പോകാൻ പറ്റാതിരുന്നത്, ഓൺലി വൺസ്. അല്ലാണ്ട് ഒരിക്കലും എനിക്ക് അങ്ങനെ മാറേണ്ടി വന്നിട്ടില്ല. അപ്പം വന്ന കഥാപാത്രങ്ങളെല്ലാം തന്നെ നമുക്ക് കൺവിൻസ്ഡ് ആണെങ്കിലല്ലേ നമ്മൾ എസ് പറഞ്ഞാൽ മതിയല്ലോ, അല്ലെങ്കിൽ നമ്മളങ്ങ് ആദ്യമേ അങ്ങ് നോ പറഞ്ഞ് മാറുമല്ലോ. ഓക്കെ, അങ്ങനെ നോ പറഞ്ഞ് മാറിക്കഴിഞ്ഞിട്ട് സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോ ആ കഥാപാത്രം അയ്യോ ഞാൻ നോ പറയേണ്ടിയിരുന്നില്ല, നന്നായിരുന്നു അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല ഇല്ല. ചില സമയത്ത് നന്നായിരുന്നു, ഞാൻ ചെയ്യാതിരുന്ന നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ക്യാരക്ടറും എന്നെ കൊണ്ട്, ഇപ്പം ഷിബില വാസ് സോ സ്വീറ്റ്, ഷിബില പറഞ്ഞു എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും, പക്ഷെ അങ്ങനെയല്ല, നമുക്ക് പറ്റാത്ത ക്യാരക്ടേഴ്സും ഉണ്ടാവും. അപ്പം അത് വേറൊരാൾ ചെയ്യുന്നതായിരിക്കും ആ ക്യാരക്ടറിനും ആ സിനിമയ്ക്കും നല്ലത്. ഓക്കെ ഓക്കെ. നാടകങ്ങളിൽ അഭിനയിച്ച കാലത്ത് മുത്തുമണി എന്ന അഭിനേത്രിക്കുണ്ടായിരുന്ന ഓൺ ടാലന്റിനെ കുറച്ചുകൂടി മിനുക്കിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കുറച്ചും കൂടെ സ്പോണ്ടേനിയസ് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനും നാടകത്തിൽ നമുക്കൊരു പ്രിപ്പറേറ്ററി ടൈം നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്ര കാലം നമുക്ക് പ്രിപ്പയർ ചെയ്യാം, പെർഫോം ചെയ്യാം. ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്തത് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അടുത്ത പ്രാവശ്യം പെർഫോമൻസിൻ്റെ സമയത്ത് കറക്റ്റ് ചെയ്യാൻ അങ്ങനെയൊക്കെയുള്ള സ്പേസ് ഉണ്ട്. സിനിമയിൽ അങ്ങനെയില്ല. സിനിമ ഒരു സ്പോണ്ടേനിറ്റിയുടെയും കമ്മിറ്റ്മെൻറ്റിൻ്റെയും സമയം, വൺസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ദെയർ ഫോർ എവർ അങ്ങനെ. അപ്പം ഇത്തരത്തിലുള്ള രീതിയിലുള്ള വ്യത്യാസങ്ങൾ സിനിമയിൽ നിന്ന് വന്നിട്ടുണ്ട്. ജീവിതത്തിൽ വളരെ ബോൾഡായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുത്തുമണി എന്ന സ്ത്രീ പിന്നോക്കം നിന്നിട്ടില്ല. ഓൾമോസ്റ്റ് ഓൾവേസ് അല്ലേ? എല്ലായ്പ്പോഴും പറയാൻ പറ്റില്ല. ഞാൻ വളരെ കുറേ സമയം എടുത്ത് ഓവർ തിങ്കറാണ്. ആണോ? ഭയങ്കര ഓവർ തിങ്കറാണ്. പക്ഷെ ചില സമയത്ത് വളരെ ഇമ്പൾസീവുമാണ്. ക്ലാസിക് ജെമിനിയാണ് അക്കാര്യത്തിൽ. ഞാൻ ഒരു ബ്ലെൻഡ് ഓഫ് ബോത്താണ്. പക്ഷെ പൊതുവിൽ തീരുമാനങ്ങൾ പൊതുവിൽ എടുത്തിട്ടില്ല. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്നാണ് ഞാൻ റിസൈൻ ചെയ്യുന്നത്. പിന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഞാൻ പടം ചെയ്ത വർഷമാണ് ഞാൻ റെഗുലർ ആയിട്ട് കോളേജിൽ പോകാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ പെട്ടെന്നുള്ള തീരുമാനങ്ങളാണ് പലതും. പേഴ്സണലി അന്തർമുഖിയായ, കുടുംബത്തിലേക്ക് ഒതുങ്ങിയ, പ്രിയപ്പെട്ടവർക്കിടയിൽ കൂടുതൽ സമയം തിരയുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. ആണോ? അബ്സല്യൂട്ട്ലി. എപ്പോഴും ഒരു ഫാമിലി ഗേൾ ആണ് എല്ലാ അർത്ഥത്തിലും. അങ്ങനെയല്ല, ഞാൻ ഐ എം വെരി കംഫർട്ടബിൾ ടു ബി അറ്റ് ഹോം. ഇപ്പം എൻ്റെ ചില ഫ്രണ്ട്സ് പറയും 2 ദിവസമായി പുറത്തിറങ്ങിയിട്ടില്ല, 3 ദിവസമായി പുറത്തിറങ്ങിയിട്ടില്ല. ഞാൻ 10-20 ദിവസമൊക്കെ പുറത്തിറങ്ങാണ്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. എനിക്കൊരു കുഴപ്പം ഫീൽ ചെയ്യും. ഐ എം ഹാപ്പി വിത്ത് ഇറ്റ്. എനിക്ക് വലിയ പ്രശ്നമൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ ലോകത്ത് കംഫർട്ടബിൾ ആണ്. എൻ്റെ വർക്കും എല്ലാം കൂടി ആയിട്ട് ഞാൻ വളരെ കംഫർട്ടബിൾ ആണ്. നോ പറയേണ്ട കഥാപാത്രങ്ങൾ നമ്മെ തേടി എത്തിയിട്ടില്ല. ഉണ്ട്, നോയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. ചില സമയത്ത് നമുക്കത് ഒരു രീതിയിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളതൊക്കെ വന്നിട്ടുണ്ടാവും. അത് ആ കഥാപാത്രം ഒരു അൺനെസസറിലി അറഗൻസ് അല്ലെങ്കിൽ അതിനകത്തൊരു ലോജിക്ക് ഇല്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ഒരു രീതിക്കും എനിക്ക് എൻ്റെ ഫിലോസഫിയുമായിട്ട് കണക്ട് ചെയ്യാൻ, എത്ര തന്നെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്ത് ഒരു റാഷണാലിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല ചിലപ്പോൾ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ല പടങ്ങളൊക്കെ തന്നെ അതിനകത്ത് ആ കഥാപാത്രം മാത്രമേ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവുള്ളൂ. പടം വുഡ് ബി വെരി നൈസ് ആക്ച്വലി. കഥാപാത്രം മാത്രമായിരിക്കും പ്രശ്നം ഉണ്ടാവുക. സിനിമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലേണിംഗ് ഉണ്ടായത് ഏത് സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തായിരുന്നു? ഇതൊരു സിംഗിൾ പടം എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് പല പടങ്ങളും അതിനുള്ള രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുണ്ട്. ഒരു എന്താ പറയുക, ലുക്ക ചുപ്പി അതിൻ്റെ അകത്ത് വൺ ഓഫ് ദ ടോപ്പ് എന്ന് ഐ വുഡ് സേ. കാരണം അത് ഫസ്റ്റ് ടൈം ഞാൻ സിംഗ് സൗണ്ട് ചെയ്യുന്ന, മേജർലി സിംഗ് സൗണ്ട് ചെയ്യുന്ന. അനിയൻ റസൂൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് വളരെ കുറച്ച് പോർഷനേ അതിൻ്റെ അകത്തുള്ളൂ. ലുക്ക ചുപ്പി എനിക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു. പിന്നെ അതുവരെ ഞാൻ എപ്പോഴും ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ കംഫർട്ടബിളി രാവിലെ 8:30 ഷൂട്ടിന് പോകുന്നു, 5:30-6 മണിയാകുമ്പോൾ തിരിച്ചു വരുന്നു. അല്ലാണ്ട് എനിക്കൊരിക്കലും ഷൂട്ടിംഗ് സ്ട്രെയിൻ ഫീൽ ചെയ്തിട്ടേ ഇല്ല. അപ്പം ആ കംഫർട്ട് സോൺ മാത്രമല്ല സിനിമ എന്നുള്ളത് ഞാൻ ഡയറക്റ്റ്ലി കാണുന്നത് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ അകത്ത് എല്ലാ ദിവസവും നമ്മൾ വൈകുന്നേരം 6 മണിക്ക് തുടങ്ങി പിറ്റേ ദിവസം രാവിലെ വരെ പോവുക. കാരണം അതൊരു ഓവർനൈറ്റ് നടക്കുന്ന കഥയായിട്ട്. അപ്പം സൂര്യൻ അസ്തമിക്കാതെ നമുക്ക് ഷൂട്ട് തുടങ്ങാൻ പറ്റില്ല. മൊത്തം ചില്ലുകളുള്ളൊരു തരം പ്രത്യേക വീട് അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഡയറക്ടർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ബാഷ് മുഹമ്മദ്. അപ്പം അതിൽ വരുമ്പോഴാണ് നമുക്ക് അതിനകത്ത് വേറെ ലെവൽ ഓഫ് ഒരു കമ്മിറ്റ്മെൻറ്റിൽ ഒരു വർക്കിനെ കാണുന്നത് മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന സിനിമ, രഞ്ജിത്ത് സാറിൻ്റെ ആ സിനിമയുടെ സമയത്താണ് ഒരു പീരീഡ് ഫിലിമിലേക്ക് ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നതും. അതിൻ്റെ ഒരു ടീം വർക്ക്, അതിൻ്റെ മേക്കിംഗ് പ്രോസസ്സ്, ഏറ്റവും കുറേ ബ്യൂട്ടിഫുൾ മെമ്മറീസ് എനിക്ക് തന്നിട്ടുള്ള സിനിമകളിലൊന്നാണത്.
സത്യൻ സാറിൻ്റെ പടത്തിൽ ചെല്ലുമ്പോഴാണ് ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ പോകുന്നത്. സത്യൻ സാറിൻ്റെ ഫിലിമിൽ ഓൾമോസ്റ്റ് ഒരു 90% ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ള ദിവസങ്ങളിലും ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഒരു ഷോട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ സീനോ, ലഞ്ചിന് മുമ്പ് ഒരു സീന്, ലഞ്ചിന് ശേഷം, അങ്ങനെ കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകും. നമുക്ക് ഒരിക്കലും ഈ പറഞ്ഞ ഞാൻ ഈ വർക്ക് ലോഡ് എന്നുള്ളൊരു സമയം തോന്നാണ്ട് എത്ര കണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു വർക്ക് മുന്നോട്ട് പോകാന്നുള്ളതും ഓരോ ഡിപ്പാർട്ട്മെൻറ്റും തമ്മിലുള്ള സിങ്ക് ഒക്കെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് അവിടെയാണ്. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ കാതൽ എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുമ്പോഴും ഒരു ബ്യൂട്ടിഫുൾ ക്യാമറാഡിയർ അതിൻ്റെ അകത്ത് എല്ലാവരും തമ്മിൽ വിത്ത് ആക്ടേഴ്സ്, ടീം, ഡയറക്ഷൻ ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് അവിടെയും കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോ വർക്കിംഗ് ചെല്ലുമ്പോൾ എന്തെങ്കിലും നമുക്ക് ടേക്ക് അവേ പോയിന്റ് ഓരോന്നായിരിക്കും. അത് ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ വി ടേക്ക് ഇറ്റ്, ഹൗ വി ഒബ്സർവ് ഇറ്റ് എന്നുള്ളിടത്താണ് വ്യത്യാസം വരിക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്നെങ്കിലും നമ്മൾ ഒരു പ്രൊജക്റ്റിൽ നിന്ന് നമുക്ക് തോന്നാറുണ്ട്. അഭിനേതാക്കൾക്ക് കഥാപാത്രത്തോടുള്ള അടുപ്പം സംവിധായകർക്ക് ഉള്ളതിനേക്കാൾ വലുതാകുമ്പോൾ ക്രിയേറ്റീവ് സ്പേസിൽ കോംപ്രമൈസസ് സംഭവിക്കണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്. അതായത് ഡയറക്ടർ തീരുമാനിക്കുന്നതാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വാട്ട് ഈസ് എ ഫിലിം ഈസ് ഓൾ അബൌട്ട്. അപ്പോൾ ഞാൻ ആസ് എൻ ആർട്ടിസ്റ്റ് എപ്പോഴും ഡയറക്ടർ പറയുന്നതാവുന്നത്രയും ശ്രദ്ധിക്കുക. അതിനോട് എനിക്ക് അഭിപ്രായം പറയാനുള്ളത് പറയാറുണ്ട്, ഏറെക്കുറെ എല്ലായിടത്തും. സ്പേസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ പറയാറുണ്ട്. അല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ അവർക്കതാണ് വേണ്ടതെങ്കിൽ ആവുന്നത്രയും ആ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനാണ് ശ്രമിക്കുക. പിന്നെ ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം വരാറില്ല. നമുക്ക് ആദ്യം കഥ നറേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ചോദിക്കാൻ പറ്റും എന്താണ്, എങ്ങനെയാണ്, ഏതാണെന്നൊക്കെ ഉള്ളത്. എല്ലാം കഴിഞ്ഞാലും ചില സമയത്ത് സെറ്റിൽ വരുമ്പോൾ ഡിഫറൻസുകൾ ഉണ്ടായിരിക്കാം, ഇല്ല എന്നല്ല. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഇസ് എ ഡയറക്ടേഴ്സ് കോൾ. സിനിമ എന്ന് പറയുന്നത് ഒരു ബ്ലെൻഡ് ഓഫ് മൾട്ടിപ്പിൾ ആർട്ട് ഫോംസ് ആണല്ലോ. അത് ഏത് പ്രപ്പോർഷനിൽ എങ്ങനെ വേണം, എത്രത്തോളം വേണം എന്ന് തീരുമാനിക്കുന്നത് പക്ഷെ ഡയറക്ടറാണ്. കഥയുണ്ട്, പെർഫോമൻസുകളുണ്ട്, സംഗീതമുണ്ട്, സംഘടനമുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ ഫോം ഓഫ് ആർട്ട് ഫോംസും വന്നു പോകുന്ന ഒന്നാണ്. പക്ഷെ അത് ഏത് പ്രപ്പോർഷനിൽ പോകണമെന്ന് തീരുമാനിക്കുന്ന ആൾ ഡയറക്ടറാണ്. സോ ഇറ്റ്സ് ഡയറക്ടേഴ്സ് കോൾ ആണ് എസെൻഷ്യലി. സിനിമയുടെ വെളിച്ചം പലപ്പോഴും സ്വകാര്യ ജീവിതത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാറുണ്ട്. അങ്ങനെ പ്രൈവസീനെ എപ്പോഴെങ്കിലും ചോദ്യം ചെയ്യണ പോലെയോ? വെരി റെയർ ഇൻസ്റ്റൻസ്, വെരി വെരി റെയർ ഇൻസ്റ്റൻസ്. അങ്ങനെയൊന്നും അതിനേക്കാൾ കൂടുതൽ സിനിമയുടെ ലൈം ലൈറ്റ് ബെനിഫിറ്റ് തന്നിട്ടുള്ളതാണ്. അതപ്പോൾ നമ്മൾ ഇതാക്കി പോകുന്നേ ഉള്ളൂ. ഓക്കെ. ഏതൊരു വ്യക്തിക്കും ഒരു കമ്പാനിയൻഷിപ്പ് അത് നിർബന്ധമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി അല്ലേ? ഒരാള് കൂട്ട് അബ്സല്യൂട്ട്ലി വേണം. അത് നല്ല സൗഹൃദങ്ങളായിരിക്കാം, അതെ, ചിലപ്പോൾ ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ ഒരു സ്പൗസ് റിലേഷൻ എന്നുള്ള കണക്കായിരിക്കാം, ഇപ്പോൾ പാരന്റിങ് റിലേഷനിലായിരിക്കാം, പാരന്റുമായിട്ടായിരിക്കാം നമുക്കുള്ളത്, ഇപ്പോൾ നമ്മുടെ സിബ്ലിങ്സുമായിട്ടായിരിക്കും അതുണ്ടാവുക. ഒരു വി നീഡ് സ്പേസ്, വി നീഡ് എ സ്പേസ് ടു യുനോ നമ്മൾ അൺഫിൽറ്റേർഡായിട്ട് നമ്മുടെ ഇമോഷൻസ് ചർച്ച ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡംപ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് വേണം. അത് ഏത് സ്പേസ്, ഒരു കമ്പാനിയൻഷിപ്പ് എന്നുള്ളത് അതൊരു ഇന്നർ റിലേഷൻ എന്ന് മാത്രം ഞാൻ പറയില്ല. ദാറ്റ് ഈസ് വെരി മച്ച് റിക്വയർഡ്. അത് എത്ര കണ്ടുണ്ടോ അത്ര കണ്ട് നല്ലത്. ഐ വുഡ് സേ ദി റിച്ചർ ദാറ്റ് പേഴ്സൺ എന്ന് ഞാൻ പറയും. ശരിക്കും അങ്ങനെ ഒരാൾ ഉണ്ടാവണം ശരിക്കും, അല്ലേ? അത് എത്ര പേരുണ്ടോ അത്രയും നല്ല കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പ്രൊഫഷണൽ ലൈഫിൽ സൗഹൃദപരമായ രീതിയിൽ തിരുത്തലുകൾക്ക് യെസ് പറയേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ആ ക്യാരക്ടറിനെ ഇമോട്ട് ചെയ്യേണ്ടത് അങ്ങനെ ആവില്ല, അല്ലെങ്കിൽ അങ്ങനെ അത്രയ്ക്ക് അങ്ങ് വരട്ടണ്ട എന്നൊക്കെ പറയുമ്പോൾ ഡയറക്ടേഴ്സ് പറഞ്ഞാൽ ഓക്കെ. പ്രത്യേകിച്ചും ഇതൊരു ലീഗൽ സൈഡിലുള്ളതോ എന്താന്നുള്ള ഒരു സെക്കൻഡ് ഇയർ സംശയിച്ചതാണ് സിനിമയിലൊക്കെ ഇങ്ങനെ ഉള്ളത്. പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും ചിലരെ തിരുത്താൻ ഏറെ ബുദ്ധിമുട്ടാണ്. ബേസിക്കലി അഡൽട്ട് എന്നുള്ള കണക്കിലെടുത്ത് കഴിയുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടല്ലേ. എത്ര പേര് മറ്റൊരാൾ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ശരിയായി കറക്റ്റ് ചെയ്യും സ്വയം. ഒന്നുമില്ലെങ്കിൽ ആ ഇരിക്കുന്ന പവർ പൊസിഷൻ കാരണമായിരിക്കും. ഇപ്പോൾ ബോസ് പറയുകയാണ് എംപ്ലോയിയോട് നാളെ തുടങ്ങി നിങ്ങൾ ഇങ്ങനെ ചെയ്യാവൂ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ അത് ആ ഇക്വേഷൻ്റെ പുറത്ത് കേൾക്കുമായിരിക്കാം ഒരു പക്ഷേ. അതല്ലാണ്ട് 90% ആൾക്കാരും അങ്ങനെ മറ്റൊരാൾ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ആരും നന്നാവാൻ ശ്രമിക്കാറില്ല. എന്നെങ്കിലും ആരെങ്കിലും മുത്തുവിന്റെ അടുത്ത് പറഞ്ഞിട്ട് മുത്തുവിന് അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ടോ? കുറവാണ്. അത് ഞാൻ പറഞ്ഞു, നമുക്കത് വളരെ കുറവാണ്. നമ്മൾ റിഫ്ലക്ട് ചെയ്ത് നോക്കി ഇയാളിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ നന്നാവാം എന്ന് നമ്മൾ വിചാരിക്കുന്ന ഇൻസ്റ്റൻസ് കുറവല്ലേ ശരിക്കും? അതെ. പക്ഷെ ചില ആൾക്കാരിലുണ്ട്, ചിലപ്പോൾ നമ്മുടെ ഒരു ഹാബിറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, നമ്മുടെ അത് മാറ്റാൻ പറ്റുന്നവർക്ക് ഭയങ്കരമായിട്ടും എന്താ പറയുക ജീവിത വിജയം അല്ലെങ്കിൽ ജീവിതയാത്രയിൽ വളരെ കുതിപ്പ് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എസ്പെഷ്യലി വെൻ ഐ എം ഇന്ററാക്ടിങ്, ഞാൻ ആസ് എ ട്രെയിനർ ഓൾസോ വെൻ ഐ എം ഇന്ററാക്ടിങ് വിത്ത് ഓൾ ദീസ് എന്താ പറയുക ഗ്രോൺ അപ്പ് അഡൾട്ട്സ്, ഐ ഓൾവേസ് ഫെൽറ്റ് ദാറ്റ് ആൾക്കാർ കറക്ഷൻ
വിധേയമാണ്. അത് അടുപ്പം കൂടുന്നവരും കറക്റ്റ് ചെയ്യപ്പെടാനുള്ള ബുദ്ധിമുട്ട് കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇച്ചിരി ഡിസ്റ്റൻസ് നിൽക്കുന്നവർക്കായിരിക്കും അത് പറയാൻ എളുപ്പം. അതെ, തീർച്ചയായിട്ടും. ഒരു പരിധിക്ക് മേളിൽ നമ്മൾ അടുത്ത് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയാൻ, അല്ലേ? ഡെലിക്കേറ്റ് സീനാണ് പിന്നെ അവിടെ ശരിക്കും. ഇപ്പോ ഓക്കെ, ആ സെഗ്മെന്റ് കഴിഞ്ഞു. മുത്തുവിന്റെ ഇപ്പൊ റിയൽ ലൈഫിൽ മുത്തു ഈ പറഞ്ഞ പോലെ അഡൽട്സ് വലിയ കുട്ടികൾക്കൊക്കെ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്, ഈ ലോ സൈഡിലുള്ള കുട്ടികൾക്കൊക്കെ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. അപ്പൊ അവരെ അവിടെ നോക്കുമ്പോൾ ഒരു സിനിമാ താരമാണ്, സെലിബ്രിറ്റിയാണ് ഞങ്ങളെ ക്ലാസ് എടുക്കാൻ വരുന്നത്. പക്ഷെ മുത്തുവിന് അങ്ങനത്തെ എന്തെങ്കിലും, എനിക്കൊരു സെലിബ്രിറ്റി സ്റ്റാർഡം ഉള്ളത് കൊണ്ട് ഞാൻ പോയി ക്ലാസ് എടുക്കുന്ന അങ്ങനത്തെ ഒരു ആദ്യത്തെ ഒരു ദിവസം മൊത്ത സാധനമുള്ളൂ അവർക്ക് ഇങ്ങനെ ആ സിനിമയുടെ ആളാണ് വരുന്നതെന്നുള്ളത്. ക്ലാസ് എടുത്തു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വ്യത്യാസമില്ല. അറ്റ്ലീസ്റ്റ് ദാറ്റ്സ് വാട്ട് അവരെൻ്റെ ഒരിക്കൽ പറഞ്ഞത്. സബ്ജക്റ്റ് എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരായിട്ടുള്ള ഇൻട്രാക്ഷനിൽ ബ്രേക്ക് സമയത്ത് ഞങ്ങൾ സിനിമകൾ ചർച്ച ചെയ്യും. അല്ലെങ്കിൽ മോശം സിനിമയാണെങ്കിൽ മോശം സിനിമ എന്ന് പറയും, നല്ല സിനിമയാണെങ്കിൽ നല്ല സിനിമ എന്ന് പറയും. ആ ഒരു ഫ്രീഡം ഒക്കെ നമുക്ക് ഉണ്ടാവും, ഒക്കെ ചർച്ച ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ വൺസ് സബ്ജക്റ്റ് എടുക്കുമ്പം ജസ്റ്റ് ലൈക്ക് എനി അതർ ഫാക്കൽറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഒരു സ്റ്റാർഡം ഇല്ല, സ്റ്റാർ പരിവേഷമില്ല ഇല്ല. പക്ഷെ പൊതുവെ സെലിബ്രിറ്റീസ് നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ഒന്നും കൂടെ ആലോചിക്കും, ഈശ്വര നമ്മളത് ചെയ്യുമ്പോഴത്തേക്ക്. കാരണം ഇന്നത്തെ സോഷ്യൽ മീഡിയ അത്രപോലെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയാലോ അതൊക്കെ ഇങ്ങനെ വന്നു പോകും. അപ്പം ഇത്തരത്തിലുള്ളൊരു ക്ലാസ് എടുക്കാൻ പോകുമ്പോഴോ, പ്രത്യേകിച്ച് വലിയ കുട്ടികളെയാണ് ക്ലാസ് എടുക്കുന്നത്, മിക്സ്ഡ് ആണല്ലോ ബോയ്സും ഗേൾസും ഒക്കെ. അപ്പൊ അങ്ങനെ വന്നപ്പോൾ മുത്തുവിന് പേഴ്സണലി ഞാൻ പോയിട്ട് എന്തെങ്കിലും എൻ്റെ വായനൊരു അബദ്ധം വന്നാലോ. നമ്മൾ എല്ലായ്പ്പോഴും കോൺഷ്യസ് ആയിട്ട് ഇരിക്കേണ്ട സാധനമാണ്. ഓൺ റെക്കോർഡ് വീഴുക എന്നുള്ളതാണ് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഇരിക്കാൻ. കാരണം അത് അല്ലെങ്കിൽ ഇങ്ങനെ ആവുന്നുള്ളതുകൊണ്ട് തന്നെ അതെല്ലാ കാലത്തും ഉള്ള ഒരു അലേർട്ട്നെസ് ആണ്. അല്ല അതിനപ്പുറത്തേക്ക് ഇല്ല. പറഞ്ഞ് ടെൻഷൻ ആക്കല. ഇത്രയൊക്കെ ദിവസം അതില്ലായിരുന്നു. ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഒന്നും അങ്ങനെ ഒന്നും കയ്യിൽ നിന്ന് തെറ്റരുത് എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ക്ലാസ് എടുക്കാൻ പോകും. എനിക്ക് ഒരു പ്രാവശ്യം പറ്റിയിട്ടുണ്ട് മിസ്റ്റേക്ക്. അതുകൊണ്ട് ഞാൻ എപ്പോഴും വളരെ കോൺഷ്യസാണ് മിസ്റ്റേക്കുകൾ പറ്റരുത് എന്നുള്ള കാര്യത്തിൽ. അത് ഞാൻ തെറ്റിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ എല്ലായ്പ്പോഴും ഓർക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസം ക്ലാസ്സിന് പോകണേ നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിക്കുന്നതിൻ്റെ കൂടെയാണ് അത് ഞാൻ പറയുന്നത്. ദാറ്റ് പ്രിപ്പറേഷൻ ഇസ് നീഡഡ് ഫോർ എവറി വർക്ക്. ഐ വുഡ് സേ നമ്മൾ എത്ര പ്രാവശ്യം എടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞാലും എത്ര പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണെന്ന് പറഞ്ഞാലും പ്രിപ്പറേഷൻ ഇസ് നീഡഡ് വെൻ യു ആർ പെർഫോമിങ്. ഐ വുഡ് സേ ടീച്ചിങ് ഈസ് ഓൾസോ എ വേ ഓഫ് പെർഫോമൻസ്, ഓഫ് ട്രാൻസ്ഫറിങ് നോളജ് എന്നുള്ളതാണ് അതിൻ്റെ ആക്ട് എന്ന് പറയുന്നത്. അപ്പം എപ്പോഴും അത് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ നിൽക്കണം. ഏതൊരു കുട്ടിയും ആ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുന്നത് ആ മിസ്സുമാരിലൂടെയാണ്. ആ മിസ്സിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര ഹാർഡാന്ന് പറഞ്ഞാലും ആ സബ്ജക്റ്റിനെ നമ്മൾ ഇഷ്ടപ്പെടും. മിസ്സിന് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ആ സബ്ജക്റ്റിനെയും, അതൊരു നമ്മൾ പഠിച്ച സമയത്ത് നമുക്കൊക്കെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, അല്ലേ? അപ്പം മുത്തുപ്പ് എടുക്കുന്ന ഈ സബ്ജക്റ്റ് അപ്പം അല്ലെങ്കിൽ എന്നെ കുട്ടികൾ കുറച്ചും കൂടെ, ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് കുറച്ചും കൂടെ ഈസി ആവാൻ വേണ്ടിയിട്ട് മുത്തു കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവരുന്ന എന്തെങ്കിലും ഒരു ഇല്ല. ഞാൻ ഇരിക്കുന്ന സ്ഥാപനത്തിൻ്റെതായിട്ടുള്ള ചില രീതികളുണ്ടാവും. അപ്പം അതിനോട് അലൈൻഡ് ആയിട്ട് നമുക്ക് നിന്നേ പറ്റുള്ളൂ. അതല്ലാണ്ടുള്ള ട്രെയിനിങ് സെഷൻസും കാര്യങ്ങളും ഞാൻ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് എപ്പോഴും I always make sure it's a part of the learning mechanism. അപ്പം ആക്ടിവിറ്റി ഇൻവോൾവ് ആയിട്ടുള്ള ലേണിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കുറെ കൂടി അവർ ഇൻവോൾവ് ആണ്. ഡിറ്റാച്ച്ഡ് ആവാൻ പറ്റില്ല. സ്റ്റാൻഡപ്പ് ഡെലിവറി മോഡ് അല്ലെങ്കിൽ ലെക്ചർ മോഡ് അധികം റിലൈ ചെയ്യില്ല. അതിനെ കേസ് സ്റ്റഡിയിലൂടെ അല്ലെങ്കിൽ റോൾ പ്ലേയിലൂടെ, ക്വിസസിലൂടെ, പിന്നെ ചില കൺസെപ്റ്റുകൾ പഠിപ്പിക്കാൻ നേരത്തെ നമ്മൾ സിനിമയിൽ നിന്ന് കൺസെപ്റ്റുകൾ എടുത്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ശരിയാണ്. അപ്പം അങ്ങനെയൊക്കെ എക്സാമ്പിൾസ് കോട്ട് ചെയ്തിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും ഹാപ്പി. ഓക്കെ, ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഇമോഷൻ എല്ലാം ഡെലിവറി ചെയ്യുന്നതും എല്ലാം അറിയുന്നതും അരുണാണ് എന്നോട് കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു. ഈ ഇത്തരം എക്സ്ട്രീം ആയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ വളരെ മാഡായിട്ട് എന്താണ് മുത്തുമണിയിൽ നിന്നും അരുൺ കണ്ടിട്ടുള്ളത്? മിണ്ടാണ്ടിരിക്കും. അതാണ് എക്സ്ട്രീം. ഞാൻ സൈലൻസ് മോഡൊക്കെ പോകുന്ന അരുൺ പറഞ്ഞത് സൈലന്റ് മോഡ് പോകുന്നുള്ളതാണ് അതിന്റെ ഏറ്റവും എക്സ്ട്രീം സാധനം. ആണോ? ചില സമയത്ത് ഒരു കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് അത് അങ്ങനെ തന്നെ സെറ്റിൽ ഡൗൺ ആയി പോകും. മാക്സിമം എത്ര സമയം വരെ പോയിട്ടുണ്ടാവും? 5-6 മണിക്കൂറൊക്കെ പോകും. എന്നാലും ഒരു ദിവസത്തിനുള്ളിൽ തീരും. അത്രേ ഉള്ളൂ, അല്ലേ? അത് കഴിഞ്ഞിട്ട് സെൽഫ് റിയലൈസേഷൻ എടുത്ത് സ്വയം തന്നെയാണോ അതിൽ നിന്നും റിക്കവർ ചെയ്ത് വരിക? കൂടുതലും അങ്ങനെയാണ്. പിന്നെ അരുൺ ഭയങ്കര നല്ല ഇങ്ങനത്തെ വിഷയത്തിൽ വളരെ കൃത്യമായിട്ട് പാസിഫൈ ചെയ്യും. എന്നിട്ട് കീറി മുറിക്കും. എന്ത് പണിയാ കാണിക്കണത്, ചെയ്യാവുന്ന കാര്യമാണോ ചെയ്യേണ്ട കാര്യമാണോ എന്നൊക്കെ പറഞ്ഞിട്ട്.